ബംഗാളിൽ പലയിടത്തും റീപോളിംഗ് നടക്കുകയാണ്. അക്രമ സാഹചര്യത്തിലാണ് പലയിടത്തും പല ബൂത്തുകളിലും വീണ്ടും റീപോളിംഗ് നടത്താനുള്ള തീരുമാനമുണ്ടായത്. ഇപ്പോഴത്തെ അങ്ങനെ ഒരു പോളിംഗ് നടക്കുന്നിടത്ത് ഫൾട്ടയിൽ തൃണമൂൽ BJP സംഘർഷ സാഹചര്യം എന്നൊരു വിവരം വരുന്നുണ്ട്. സംഭവ സ്ഥലത്തേക്ക് കേന്ദ്രസേന എത്തി എന്നതാണ് പുതിയ അപ്ഡേറ്റ്. അവിടെയുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിപ്പോൾ പശ്ചിമബംഗാളിലെ ഫൾട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വാക്കേറ്റം ഉണ്ടാകുന്നു, വലിയ തിരക്കുണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതിൻ്റെ ഇടയിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യവും നമുക്ക് കാണാം. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് സംഭവിക്കുന്നത്? രതീഷ്, ഫൾട്ട മേഖലയിലാണ് ഇപ്പോൾ റീപോളിംഗ് നടക്കുന്ന 15 ബൂത്തുകളുള്ളത്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും ചേർന്ന് ഒരുക്കിയിട്ടുമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യത ഫാൾട്ടയിൽ ഉണ്ടാകുന്നു. അതായത് BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് വാക്കേറ്റവും നേരിയ തോതിലുള്ള കയ്യങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാന ആരോപണം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവും അനുയായികളും ചേർന്ന് വോട്ട് ചെയ്യാൻ എത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് BJP ആരോപിക്കുന്നത്. വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുമെന്നും തരത്തിൽ ഭീഷണി മുഴക്കിയെന്നാണ് BJPയുടെ ആരോപണം. എന്തായാലും ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലായിരുന്നു നേരിയ തോതിലെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ കേന്ദ്രസേനയും പോലീസും സംഭവസ്ഥലത്തെത്തി ചെറിയ തോതിലൊരു ലാത്തി വീശിയതിനു ശേഷമാണ് ഇവിടുത്തെ ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ഈ 15 ബൂത്തുകളിലേക്ക് നടക്കുന്ന റീപോളിംഗിൽ നല്ല രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ക്യൂവിൽ നിന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു. സമാനമായി മറ്റ് അക്രമ സാഹചര്യങ്ങളുണ്ടോ? കേന്ദ്രസേനയുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നല്ലോ. തീർച്ചയായും ഇപ്പോൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഫൾട്ടയിൽ നിന്നുള്ള ഈ സംഘർഷാവസ്ഥ മാത്രമാണ്. മറ്റൊരിടത്തും കാര്യമായ സംഘർഷങ്ങളൊന്നും പറയുന്നില്ല. അതേസമയം തന്നെ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിന് പുറത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഇത്തരത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് 7 നിയോജക മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികളാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ പോളിംഗ് സ്റ്റേഷന് മുൻപിലായിരുന്നു മമതാ ബാനർജി ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പോളിംഗ് സ്റ്റേഷന് മുൻപിൽ ആളുകൾ കൂട്ടം കൂടാനോ പ്രകടനം നടത്തുന്നതിനോ ഒന്നിനും അനുവാദമില്ല. പകരം കനത്ത CAPF ഉദ്യോഗസ്ഥരുടെ കാവൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോളിംഗ് വൈകിട്ട് 6 മണിയോട് കൂടി സമാപിക്കുന്നതാണ്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നിലപാട്. സംഘർഷ അന്തരീക്ഷമുണ്ട്, പക്ഷേ കൈവിട്ടു പോയിട്ടില്ല. വാക്കേറ്റം ഉൾപ്പെടെ അതിൻ്റെ കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യവുമുണ്ട്. ഫൾട്ട മേഖലയിലെ ബൂത്തുകളിൽ പ്രത്യേകമായ ജാഗ്രത സ്വാഭാവികമായി ആ പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അനുസരിച്ച് ഉണ്ടായതാണ്.